സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺമസ്ക ഞാനും ഉണ്ടാക്കി നോക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ റൂം ടെമ്പറേച്ചർ വെച്ചിരുന്ന ബട്ടർ കുറച്ചെടുത്തു. ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും ചേർത്തു. പഞ്ചസാരയല്ല ഞാൻ ഉപയോഗിച്ചത്, കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. അത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലാക്കി അടപ്പി വെച്ചു. അതിലേക്ക് 3-4 ഏലക്കായും 1 പീസ് ഇഞ്ചിയും കൂടെ ചതച്ചിട്ടു. എന്നിട്ടൊരു 4 ടീസ്പൂണോളം തേയിലപ്പൊടിയും ചേർത്ത് അത് അടച്ചു വെച്ചു, തിളയ്ക്കാൻ വെച്ചു. മറ്റൊരു പാത്രത്തിൽ ആവശ്യമായ പാലെടുത്തു. അതിലേക്കും ഞാൻ മധുരത്തിന് വേണ്ടി കണ്ടൻസ് മിൽക്കാണ് ചേർത്തത്. അതും തിളച്ച് പറ്റാൻ വേണ്ടി മാറ്റി വെച്ചു. ഒരു ബണ്ണെടുത്ത് 2ആയിട്ട് കീറിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അതിലേക്ക് പുരട്ടി. അകത്തും നല്ലതുപോലെ ക്രീം തേച്ചു. അത് അടച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ടും 4 വശവും നല്ലതുപോലെ ക്രീം തേച്ചു. അപ്പോഴേക്കും തേയിലയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, പാലും തിളച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് തേയില വെള്ളം ഒഴിച്ചു. അതിനുശേഷം തിളച്ച് പറ്റിയിരിക്കുന്ന പാല് കുറച്ച് അതിലേക്ക് ഒഴിച്ചു, മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ബൺ ഒരെണ്ണം എടുത്തു, ചായയും മുക്കി കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നത് ഉണ്ടാക്കിയണൊക്കെ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്.